5ാം ക്ലാസ്സിലെ ഡിവിഷൻ മെത്തേഡ് എന്ന പാഠത്തിലെ പേജ് നമ്പർ 48 സോൾവ് ചെയ്യാൻ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പം അതിൻ്റെ അകത്ത് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ പ്രൈസ് ഓഫ് 7 pence ഓഫ് ഈക്വൽ റേറ്റ് ഈസ് 98 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? ടോട്ടൽ പ്രൈസ് ഓഫ് 7 pence ഓഫ് ഈക്വൽ റേറ്റ് ഈസ് 98 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? അതായത് 7 പേനയ്ക്ക് 98 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണെന്നാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം 7 പേനയുടെ വില എന്ന് പറയുന്നത് 98. അപ്പം നമ്മൾ ആദ്യം എന്നാന്ന് എഴുതും, സ്റ്റെപ്പ് എഴുതുന്നേ, ടോട്ടൽ പ്രൈസ് ഈക്വൽ ടു 98 rupees. ഇനി നമ്പർ ഓഫ് പെൻസ് ഈക്വൽ ടു 7. പ്രൈസ് ഓഫ് ഈച്ച് പെൻ അതെങ്ങനെ കണ്ടുപിടിക്കും? 98 ഡിവൈഡഡ് ബൈ 7. നമ്മൾ പുതിയ മെത്തേഡിലാണ് 98 ഡിവൈഡഡ് ബൈ 7 ഒക്കെ ചെയ്യുന്നത്. ഒരു ബോക്സ് വരയ്ക്കുന്നു, നമ്മൾ ആ ബോക്സിൻ്റെ അകത്ത് 98 എഴുതുന്നു, മുകളിൽ 7 എഴുതുന്നു. ഇപ്പം നമ്മൾ ഈ മെത്തേഡ് പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലേ? സംഖ്യയുടെ അവസാനം ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 98നെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 7 മുകളിൽ എഴുതിയല്ലോ, ഇവിടെ ഒരു 10 ഇട്ട് കൊടുത്തു. അപ്പോൾ 10 × 7 എല്ലാവർക്കും അറിയാം എത്രയാ? 70. അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ എന്നാന്ന് എഴുതണം? 10 × 7 = 70 എന്ന് എഴുതണം. ഇനി ഈ 98 ൽ 70 പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി എത്രയുണ്ട്? റിമൈൻഡർ 28 ഉണ്ട്. ഇനി 28ൽ എന്തായാലും ഒരു 7 ആയിരിക്കുമല്ലോ. 28ൽ 4 7 ഉണ്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച കുട്ടികൾക്ക് അറിയാം. ഇനി അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്തവരെന്നാ ചെയ്യണം? ഒരു 7 അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2 7 ഇട്ട് നോക്കാം. അപ്പം 7 × 2 എന്ന് പറയുന്നത് 14, അല്ലെ 7 + 7 അങ്ങനെ ആഡ് ചെയ്താലും മതി. അപ്പം എത്ര വരും? 14. പിന്നെ നമുക്ക് ബാക്കി റിമൈൻഡർ എത്രയുണ്ട്? പിന്നെ ഒരു 14 റിമൈൻഡർ ഉണ്ടല്ലോ. അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി പോകണം 2 × 7 = 14. അപ്പം നമുക്കിപ്പോൾ ചെയ്തുകൊണ്ട് നമുക്കറിയാം 14ൽ എത്ര 7 ഉണ്ട്? 2 7. അങ്ങനെ അവസാനം നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി. നമ്മൾ എത്ര 7 ഇത് ആഡ് ചെയ്തപ്പോൾ നോക്കി. ആദ്യം നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, പിന്നെ 2, പിന്നെ 2. അങ്ങനെ ആദ്യം 10, പിന്നെ 2, 2. 10 + 2 + 2. അപ്പം എത്ര തവണ 7 വന്നു? 14 തവണ വന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എന്നാന്ന് കിട്ടി? 98 ഡിവൈഡഡ് ബൈ 7 = 14. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം നമ്മൾ എന്നാന്ന് എഴുതി? പ്രൈസ് ഓഫ് ഈച്ച് പെൻ ഈസ് ഈക്വൽ ടു 14 rupees. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് 168 rupees is shared equally among 8 persons, how much will each get? അതായത് 168 രൂപയുണ്ട്, 8 പേര് ഷെയർ ചെയ്യുക. അങ്ങനെയാണ് ഒരാൾക്ക് എത്ര രൂപ കിട്ടും? 168 rupees ഉണ്ട് ടോട്ടല്, അത് 8 മെമ്പേഴ്സ് കൂടി ഷെയർ ചെയ്യുക. അങ്ങനെ ഒരാൾക്ക് എത്ര രൂപ കിട്ടും? അപ്പം അതിൻ്റെ സ്റ്റെപ്പ് എഴുതുന്നത് എങ്ങനെയാ? ടോട്ടൽ മണി അല്ലേ? സിമ്പിളായിട്ടാണ് ടീച്ചർ പറയുന്നത്. ടോട്ടൽ മണി 168, നമ്പർ ഓഫ് പേഴ്സൺസ് 8, മണി വുഡ് ഈച്ച് ഗെറ്റ്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്നത് മണി വുഡ് ഈച്ച് ഗെറ്റ്. 168നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ബോക്സ് വരയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ എന്നാ ചെയ്തു? അകത്ത് 168 എഴുതി, മുകളിൽ ഏത് കൊടുത്തു? 8 കൊടുത്തു. അപ്പം നമുക്കറിയാലോ 10 വെച്ച് മൾട്ടിപ്ലൈ എല്ലാവർക്കും അറിയാം അല്ലേ? 8ന്റെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി 8ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 10 വെച്ച് മൾട്ടിപ്ലൈ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. 168 ന് 80 പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈൻഡർ എത്ര വരും? 88 വരും. പിന്നെയും നമുക്കറിയാം ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 വന്നല്ലേ? അപ്പോൾ ബാക്കി ഇനി എത്രയും കൂടെ ഉണ്ട്? ഒരു 8 മിച്ചമുണ്ട്. ഒരു 8ൽ ഒരു തവണയായിരിക്കുമല്ലോ 8. റൈറ്റ് സൈഡ് നമ്മൾ ആദ്യം എഴുതി 10 × 8 = 80, രണ്ടാമതും 10 × 8 8, 80, മൂന്നാമത് 1 × 8 = 8. അപ്പം ആകെ എത്ര തവണ 8 വന്നു? ആദ്യം 10, പിന്നെ 10, പിന്നെ 1. അപ്പം 10 10 1, 10 + 10 + 1 എത്ര വന്നു? 21 8 ആണ് 168ലുള്ളത്. അപ്പം നമ്മൾ 168നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 21 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 1825 notebooks. How many packs of 25 notebooks
are to be bought. The store needs 1825 notebook. ഒരു സ്കൂളിന്റെ സ്റ്റോറിലേക്ക് 1825 നോട്ട്ബുക്ക് വേണം. അപ്പം ഒരു പാക്കറ്റിനകത്ത് 25 നോട്ട്ബുക്ക് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് എത്ര പാക്കറ്റ് മേടിക്കേണ്ടി വരുമെന്നാണ് ചോദിച്ചേക്കണേ. ഒരു പാക്കറ്റിനകത്ത് 25 ഉണ്ട്. ടോട്ടൽ എത്ര വരും? 1825 ബുക്ക് വേണം നമുക്ക്. നമ്മൾ എത്ര പാക്കറ്റ് നമ്മൾ വാങ്ങണം. അപ്പൊ നമ്മൾ എന്നാണ് സ്റ്റെപ്പ് എഴുതുന്നത്? ടോട്ടൽ നോട്ട്ബുക്സ് 1825. നോട്ട്ബുക്സ് ഇൻ ഈച്ച് പാക്കറ്റ് 25. ഇനി നമുക്കറിയേണ്ടത് എന്നാ? കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് പാക്കറ്റ്സ്. നമ്പർ ഓഫ് പാക്കറ്റ്സ് ഈക്വൽ ടു 1825 ഡിവൈഡഡ് ബൈ 25. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മളകത്ത് ബോക്സ് വരച്ച് 1825 എഴുതി, മുകളിൽ നമ്മൾ എഴുതി 25. ടീച്ചർ മുമ്പേ പറഞ്ഞായിരുന്നു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ആദ്യമേ 10 വെച്ച് ചെയ്താൽ മതിയെന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ടേ. ഇവിടെ ടോട്ടൽ ബുക്ക് ഏതാ? 1825 ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 നമ്പർ എടുക്കുവാണെങ്കിലും 25 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 250 വരുവല്ലേ. 182നേക്കാളും വലുതല്ലേ 250. അപ്പൊ നമുക്ക് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഖ്യകളുടെ അവസാനം നമ്മൾ എത്ര സീറോ ഇടണം? 2 സീറോ ഇടണം. 2500 എന്നല്ലേ കിട്ടുന്നേ. അപ്പൊ അത്രയും ഉണ്ടോ? 1825 പോരെ. അപ്പം നമ്മുടെ 2500 ഇല്ല. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? 100ന്റെ പകുതി എടുത്താലോ? അപ്പൊ നമുക്കറിയാം 100ന്റെ പകുതി എന്ന് പറയുന്നത് 50 അല്ലേ. 25 50 50 25 കൂടുന്ന എത്ര വരും? 2500ന്റെ പകുതിയല്ലേ. 1250. അപ്പൊ ഇനി അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ 1825 1250 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 575 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ 10 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 25 10 മൾട്ടിപ്പിൾ ആകുമ്പോൾ എത്ര വരും? 250. അറിയാവുന്ന കുട്ടികൾക്ക് അറിയാം 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം 500 എഴുതാന്ന്. അപ്പൊ അങ്ങനെ എഴുതാവുന്നവർ ഇവിടെ 20 എന്ന് എഴുതിയാൽ മതി. അപ്പൊ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ടീച്ചർ പറഞ്ഞു തരുന്നേ. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 250. സൈഡ് നമ്മൾ 10 × 25 = 250 എന്ന് എഴുതി. ബാക്കി റിമൈൻഡർ എത്ര വരും? 575 250 പോയി കഴിഞ്ഞാൽ 325 വരും. പിന്നെ നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 325 250 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 75. സൈഡിൽ പിന്നെ നമ്മൾ എഴുതി 25 × 10 = 250. അപ്പൊ 75 എത്ര 25 ഉണ്ടെന്നൊന്ന് ആലോചിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടും അല്ലേ. അതായത് 325 കൂടുന്നതാണ് 75. അപ്പൊ ടോട്ടൽ നമ്മൾ ആദ്യം എത്ര വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ? 25നെ 50 വെച്ച് ചെയ്തു. രണ്ടാമത് 10 വെച്ച് ചെയ്തു. മൂന്നാമതും 10 വെച്ച് ചെയ്തു. നാലാമത് 3 വെച്ച് ചെയ്തു. അപ്പൊ നമുക്ക് ആകെ എത്ര തവണയായി? ആദ്യത്തെ 50 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 3. അപ്പൊ എത്ര വരും? 50 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 3 73. അപ്പൊ എത്ര പാക്കറ്റ് വേണം? 25ന്റെ 73 പാക്കറ്റ് വേണം. അതായത് 73 25s ആണ് 1825. അപ്പൊ ഇത് ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇത് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ വീഡിയോ കണ്ട് പഠിച്ചാൽ മതി. നോട്ട്ബുക്കിൽ എഴുതി ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.